ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വിശ്വാസത്തിൻ്റെ പടികളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത് വിശ്വാസത്തിൻ്റെ നടപ്പ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. അതിന് ആധാരമായി എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവൻ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഹാബേലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹാബേൽ വിശ്വാസത്താൽ കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നുപോയേ മതിയാകുകയുള്ളൂ. ആദ ഹവ്വമാർക്കുണ്ടായ 2 തലമുറകളാണ് കായീനും ഹാബേലും. രണ്ടുപേരും ദൈവത്തിന് യാഗമർപ്പിക്കാൻ കടന്നു പോകുന്ന രംഗമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. എന്നാൽ കായീന്റെ യാഗത്തിലും കായീനിലും ദൈവം പ്രസാദിച്ചില്ല. അവനവന്റെ കൃഷിഫലങ്ങൾ കൊണ്ടുവന്ന് ദൈവത്തിന് യാഗമായി അർപ്പിച്ചു. എന്നാൽ അതിൽ ദൈവം പ്രസാദിക്കാതെ ഇരിക്കുന്ന രംഗമാണ് കാണാനായി സാധിക്കുന്നത്. എന്നാൽ കായീനോട് ദൈവം പറയുകയാണ്, കായീനെ, നിന്റെ മുഖം വാടുന്നെന്ത്? നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദമുണ്ടാകുകയില്ലയോ? പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. ദൈവദാസനായിരിക്കുന്ന കായീൻ യാഗമർപ്പിക്കാൻ ദൈവത്തിൽ കടന്നു ചെന്നപ്പോൾ അവനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് രക്തച്ചൊരിച്ചിലുള്ള യാഗമർപ്പിക്കേണ്ടതാണ്. എന്നാൽ കായീൻ അത് ചെയ്തില്ല. ഹാബേലാകട്ടെ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുന്ന രംഗമാണ് കാണാനായി സാധിക്കുന്നത്. ആ യാഗത്തിൽ രക്തച്ചൊരിച്ചിലുണ്ട്. അക്ഷരാർത്ഥത്തിൽ അവിടെ നടക്കുന്ന യാഗം കാൽവറിയിൽ അഥവാ സ്ത്രീയുടെ സന്തതിയായി മരിക്കുന്ന മശിക നടത്തുന്ന യാഗത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ആ യാഗം ഹാബേൽ കഴിപ്പാനിടയായത്. ഹാബേൽ ആ യാഗം കഴിക്കുമ്പോൾ അവൻ അങ്ങ് വിദൂരയിൽ കാണുന്ന ഒരു രംഗമുണ്ട്. സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന ഒരുവൻ, പാപമില്ലാത്തവൻ, പാപിയായ മനുഷ്യന് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെടുമെന്ന് വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ടാണ് താൻ തന്റെ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിപ്പാനിടയായത്. എന്നാൽ കയ്യിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്വാസം തനിക്കില്ലായിരുന്നു. അവൻ യാഗമർപ്പിച്ചു, അത് കൃഷിഫലത്തിൽ നിന്ന് യാഗമർപ്പിച്ചു എന്നുള്ളതല്ലാതെ അതിൽ അവനൊരു ദൈവികമായ കാഴ്ചപ്പാട് അവനിൽ വെളിപ്പെട്ടില്ല. എന്നാൽ ഹാബേലാകട്ടെ മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതായ അറിവനുസരിച്ച് അവൻ വിശ്വാസ കണ്ണുകളാൽ ക്രൂശിൽ മരിക്കാൻ പോകുന്ന, സ്ത്രീയുടെ സന്തതിയായി മരിക്കാൻ പോകുന്ന മശിഹായെ അവൻ ദർശിപ്പാൻ കാരണമായി. വിശ്വാസത്താലാണ് അവൻ യാഗമർപ്പിച്ചത്. അതുകൊണ്ടാണ് അവൻ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കാനിടയായത്. നോക്കുക, ദൈവദാസനായിരിക്കുന്ന ഹാബേൽ നടത്തുന്ന ആരാധന അല്ലെങ്കിൽ യാഗം അത് ചലിക്കുന്ന ആരാധനയാണ്. ആ ആട്ടുകുട്ടി കരയുന്നു. ആ ആട്ടുകുട്ടി അത് കാലും കൈവിട്ടും അത് ചലിക്കുന്ന രംഗം നമുക്ക് കാണാനായി സാധിക്കുന്നു. എന്നാൽ കായീന്റെ ആരാധന വസ്തുവിന് അനക്കമില്ല, ചലനമില്ല. എന്നാൽ ഹാബേലിന്റെ ആരാധന വസ്തു ചലിക്കുന്ന ആരാധന വസ്തുവാണ്. യഥാർത്ഥമായ നിലകളിൽ ദൈവപ്രസാദം ലഭിക്കുവാൻ വേണ്ടി ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗം, ഒരു ആരാധന കഴിപ്പാനാണ് ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ വല്ലവിധേനയും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതല്ല. വിശ്വാസത്താൽ ദൈവ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിപ്പാൻ കാരണമായി തീരും. നമ്മുടെ കർത്താവായ യേശു തന്നെ പറയുന്നുണ്ടല്ലോ, സത്യനിസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമെന്ന്. എന്തുകൊണ്ടാ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാൻ കാര്യം? നമ്മുടെ ദൈവം സത്യമുള്ളവനാണ്. നമ്മുടെ ദൈവം ആത്മാവാകുന്ന ദൈവമാണ്. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ദൈവനിലത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. യഥാർത്ഥമായ നിലകളിലുള്ളതായ ഒരാരാധന നാം ദൈവത്തിൽ അർപ്പിക്കുന്ന വേളകളിൽ ആരാധനയിൽ
ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കുന്നത്. നാം ദൈവത്തെ ആരാധിക്കുന്ന വേളകളിൽ, നാം ദൈവത്തെ സ്തുതിക്കുന്ന വേളകളിൽ, നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന വേളകളിൽ എല്ലാം മഹത്വവും അർപ്പിക്കുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവത്തിനാണ് എന്ന ബോധ്യത നമ്മിലുണ്ടാകണം. കയ്യിനെ സംബന്ധിച്ച ബോധ്യത ഉണ്ടായില്ല. അതുകൊണ്ട് അവനോട് ദൈവം പറയുകയാണ്, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ കീഴ്പ്പെടുത്തണം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതയാത്രയിൽ പാപം എപ്പോഴും നമ്മുടെ അറ്റാക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് വാതിൽക്കൽ നിന്റെ അടുത്തുണ്ട്. എന്നാൽ അതിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായി സാധിക്കുകയുള്ളൂ. ഇത് പാപപകുലമാകുന്ന ലോകമാണ്, ഇത് ദുഷ്ടലോകമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീനെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് പറയുകയാണ്, എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മുടെ ആരാധന, നമ്മുടെ അർപ്പണം അത് ദൈവത്തിന് പ്രസാദമാകണം. നാം പാട്ട് പാടുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാകണം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാകണം. നാം എന്ത് ചെയ്താലും, തിരുവചനം പറയുന്നു, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീനെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. കായീൻ ഹാബേലിലും ഉത്തമമായി യാഗം കഴിപ്പാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവൻ ദൈവത്താൽ തള്ളപ്പെടുന്ന രംഗമാണ് കാണാനായി സാധിക്കുന്നത്. തിരുവചനം പഠിക്കുന്ന സമയത്ത് ദൈവം കൊടുക്കുന്ന വാണിംഗാണ്, അത് നിന്റെ പാപം വാതിൽക്കൽ കിടക്കുന്നുണ്ട്, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ കീഴ്പ്പെടുത്തണമെന്ന്. പക്ഷെ അവൻ കീഴ്പ്പെടുത്തിയില്ല. അവൻ ഹാബേലിനെ കൊല്ലുവാനിടയായി. അതിനുശേഷമായിട്ട് അവൻ ദൈവസന്നിധി വിട്ട് ഓടുന്ന രംഗമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. നാം ദൈവസന്നിധി വിട്ട് ഓടുന്നവരായിട്ടല്ല, നാം ദൈവത്തോട് അടുക്കുന്നവരായി, നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നവരായി, നമ്മുടെ സങ്കടങ്ങൾ അറിയിക്കുന്നവരായി, നമ്മുടെ വാരിക്കുന്ന വേവനാദികൾ അറിയിക്കുന്നവരായി, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിപ്പാൻ, അത് സമയഭേദങ്ങളുടെ ആളവണ്ണം ദൈവത്തിൽ കടമയെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിപ്പാൻ ദൈവം തന്ന ആ അവകാശത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുകയും നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നിലുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. വിശ്വാസത്തിന്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത് ആരാധനയാണ്. ദൈവദാസനായിരിക്കുന്ന ഹാബേല് ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ ആരാധിക്കുന്ന സാറാഫുകളെ കുറിച്ച് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവർ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആരാധിക്കുന്ന രംഗം, അല്ലെങ്കിൽ ആർത്ത് ഘോഷിക്കുന്ന രംഗം നമുക്ക് തിരുവചനത്തിൽ കാണാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവജനമായിരിക്കും നാം സകല മഹത്വത്തിനും യോഗ്യനായ കർത്താവിനെ ആരാധിപ്പാൻ ഇടയാകുമ്പോൾ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുവാനൊക്കെ കാരണമായി തീരും. വിശുദ്ധ പൗലോസ്ലീഹ ശിലാസുമായി കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ദേഹമെല്ലാം അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ അവർ പ്രാർത്ഥിപ്പാനിടയായി അർദ്ധരാത്രിയിൽ. ആ പ്രാർത്ഥന ഒരാരാധനയിലേക്ക് നയിക്കപ്പെടുവാനൊക്കെയായി വലിയ ആരാധന അവിടെ വെളിപ്പെട്ടപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അന്ന് രാത്രി കാരാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെട്ടു. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനിടയായി. അപ്പോൾ ആരാധനയിൽ ചങ്ങലകൾ അഴിയും, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങും, ബന്ധനം അഴിയും, കെട്ടുകൾ പൊട്ടും. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനൊക്കെ കാരണമായി തീരണമെങ്കിൽ ആരാധന വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം ആരാധിച്ചു കഴിയുമ്പോൾ പൈശാചിക ശക്തികൾക്ക് അവിടെ നിൽക്കാനായി സാധിക്കുകയില്ല. വലിയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കാരണമാകും. ദൈവദാസനായിരിക്കുന്ന ശലോമോൻ ദൈവസന്നിധിയിൽ യാഗമെല്ലാം അർപ്പിച്ച് ദൈവാലയത്തിന് മുൻപിൽ കൂട്ടിയിരിക്കുകയാണ്. ഹോമയാഗം എല്ലാം അറുത്ത് ഇവിടെ കൂട്ടിയിരിക്കുകയാണ്. അതിനുശേഷം താൻ ദൈവസന്നിധിയിൽ നിയമിക്കപ്പെട്ടതാ പീഠത്തിൽ കയറി മുട്ട് മടക്കി കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. മാത്രമല്ല, ആലയത്തിന് മുൻവശത്ത് ഉണ്ടായിരുന്ന യാഗപീഠത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി അത് ദഹിപ്പാന്നൊക്കെ കാരണമായി തീർന്നു. എന്താ അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യവസ്ഥ പ്രകാരമുള്ള ആരാധനയിൽ ദൈവത്തിന്റെ ആത്മീക തീ ഇറങ്ങുവാന്നൊക്കെ ആകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ആരാധന എത്രത്തോളം ദൈവത്തിൽ സുഗ്രാഹ്യമായിരിക്കുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തെ ആരാധിപ്പാൻ ദൂതഗണങ്ങളുടെ സഞ്ചയങ്ങൾ തന്നെ സ്വർഗത്തിലുണ്ട്. എന്നാൽ യേശുവിനെ ചങ്കരച്ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ദൈവദാസനായിരിക്കുന്ന ഹാബേലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാനിടയായത്. താൻ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു രംഗം തന്റെ ആരാധനയോടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആരാധന ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കപ്പെടുന്ന ഒരു അനുഭവമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കിൽ നിർമ്മിക്കുന്നു.